ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദംസ് കഫേ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇത് നമ്മൾ തയ്യാറാക്കുന്നത് വൻപയറും അതുപോലെ ചക്കക്കുരുവും ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു വൻപയർ ചക്കക്കുരു കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കുക്കറിൽ ഞാൻ വൻപയർ എടുത്തിട്ടുണ്ട്. ഇത് തലേന്ന് രാത്രി സോക്ക് ചെയ്ത് വെച്ചിരുന്ന വൻപയറാണ്. നമ്മൾ സാധാരണ വൻപയർ കൊണ്ട് കറി ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു 8-10 മണിക്കൂറോളം കുതിർക്കാൻ വെക്കാറുണ്ട്. അതുകൂട്ട് തന്നെയാണ് ഇതിന് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു 1/3 കപ്പ് അളവിനാണ് കുതിർക്കാനായിട്ട് പയർ എടുത്തിരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ കുറച്ചുകൂടി നിറമുള്ള വൻപയറാണ് എടുക്കുന്നതെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു കറിക്ക്. അതിൻ്റെ കൂടെ തന്നെ 3 വെളുത്തുള്ളി അല്ലിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. കറിയിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും അതൊരു പയർ മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. പിന്നീട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ആവി വന്ന് വെയിറ്റ് ഇട്ട ശേഷം ലോ ഫ്ലെയിമിലോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 7-8 മിനിറ്റ്സിൽ നമുക്കിത് വെന്ത് കിട്ടും. അപ്പം ഞാൻ 10 മണിക്കൂറോളം സോക്ക് ചെയ്ത പയറായതുകൊണ്ട് തന്നെ 7 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പയർ വേവുന്ന നേരം കൊണ്ട് ഇതിനകത്തേക്കുള്ള ചക്കക്കുരു ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ചക്കക്കുരു ആദ്യം നീളത്തിൽ 2ആയിട്ട് മുറിച്ച ശേഷം വീണ്ടും നീളത്തിൽ ചക്കക്കുരുവിൻ്റെ വലുപ്പം അനുസരിച്ച് 3-4 ഒക്കെ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. മീഡിയം സൈസിലുള്ള 20 ചക്കക്കുരുവാണ് ഞാനിവിടെ എടുത്തിരുന്നത്. അതുപോലെ തന്നെ ചക്കക്കുരുവിൻ്റെ പുറം ഭാഗത്തെ ആ ഒരു ബ്രൗൺ കളറിലെ തൊലി ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് മാറ്റിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ചില ചക്കക്കുരു വേവിച്ച് കഴിയുമ്പോൾ നല്ല ക്രീമി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൂട്ടുള്ള ചക്കക്കുരു കിട്ടുവാണെങ്കിൽ ഈ ഒരു കറിക്കും നല്ലൊരു ടേസ്റ്റ് കൂടുതലായിട്ട് ഉണ്ടാകും. ആവിയൊക്കെ പോയ ശേഷം കുക്കർ തുറന്നിട്ടുണ്ട്. വൻപയറൊക്കെ പാകത്തിനുള്ള വേവായിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ശേഷം ചക്കക്കുരു വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുവാണ്. പയർ വേവിച്ച വെള്ളം ഒത്തിരി ബാക്കി കുക്കറിലുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാം. കുക്കറിൽ സ്റ്റീം വന്നിട്ട് വെയിറ്റ് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലോട്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ 10 മിനിറ്റ് കഴിയുമ്പോഴാണ് ഇത് ഓഫ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു കറിക്കകത്തേക്ക് വേണ്ട തേങ്ങാരപ്പൊന്ന് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിനകത്തേക്ക് 1/4 കപ്പ് അളവിന് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2-3 അല്ലി ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആവി പോയ ശേഷം കുക്കർ തുറന്നിട്ടുണ്ട്. ചക്കക്കുരുവൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ചക്കക്കുരുവൊക്കെ വേവാനായിട്ട് കുറച്ച് താമസമായിരിക്കും. അപ്പോൾ അതുകൂടുള്ള ചക്കക്കുരുവാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഈ വേവിക്കുന്ന സമയം ഒരു 4-5 മിനിറ്റ് കൂടി കൂടുതലെടുത്ത് വേവിക്കേണ്ടി വരും. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാ മിക്സ് ഈ ഒരു കുക്കറിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വെള്ളത്തിലാണ് ഞാനൊരു തേങ്ങ അരച്ചെടുത്തിരിക്കുന്നത്. ഇനിയിപ്പം ബാക്കി 1/4 കപ്പ് വെള്ളം കൂടി മിക്സി ജാറിനകത്തേക്ക് ഒഴിച്ച് അതൊന്ന് നന്നായിട്ട് ചുറ്റിച്ചെടുത്തിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ചക്കക്കുരു ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ട് വെന്ത ചക്കക്കുരു ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടിക്കോളും. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കാം. ഞാൻ ഈ ഒരു കറിക്കകത്തേക്ക് 1/4 കപ്പ് അളവിന് ചെറിയ ചൂടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കറി കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. തിക്കായിട്ടുള്ള ഗ്രേവിയിലാണ് വേണ്ടതെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കിയ കറിക്കകത്തേക്ക് കടുക് താളിച്ച് ചേർക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് സ്റ്റൗവിൽ വെച്ചിരിക്കുന്ന പാൻ ചൂടാകുമ്പോഴത്തേക്കും 1.5 ടേബിൾ സ്പൂൺ അളവിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ചൂടായ എണ്ണയിലോട്ട് 1/4 ടീസ്പൂൺ അളവിന് കടുക് ചേർത്തിട്ടുണ്ട്. കടുക് മൂത്ത് വരുമ്പോഴത്തേക്കും
കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. കടുക് താളിച്ചത് കറിയിൽ ഒഴിച്ച ശേഷം കുറച്ച് സമയം നമുക്ക് ഈ കറി ഒന്ന് മൂടി വയ്ക്കാം. അതിനുശേഷം സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു വൻപയർ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു കറിക്കുള്ളത്. നല്ല ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കറി ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു.